എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കൾ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 10ാം ക്ലാസ് കുട്ടികളുടെ മൂന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ 6 പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ പേജ് നമ്പർ 72 അല്ലെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജിലെ പ്രോബ്ലമാണ്. ആദ്യത്തെ പ്രോബ്ലമാണ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഇത് 2 പാർട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് ചോദ്യം, കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പം ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ അവിടെ വരും. സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്തിട്ട് വായിക്കാം. അപ്പോൾ ആദ്യത്തെ 20 നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 + 2 + 3 + എക്സെട്ര പ്ലസ് എവിടം വരെ 20 വരെ. മക്കളെ, നമ്മൾ സമ്മിന് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ SN = n/2 × x1 + xn വെച്ച് ചെയ്യേണ്ടതല്ല, ചെയ്യാൻ പറ്റും. പക്ഷേ നാച്ചുറൽ നമ്പർ നോർമൽ സീക്വൻസ് അല്ല. ഇത് പ്രത്യേകം പറയുവാണെങ്കിൽ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ്. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് വെച്ചാൽ ആണ്. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം 2, തേർഡ് ടൈം 3. അവിടുത്തെ ഡിഫറൻസ് കോമൺ ആണ്, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഉണ്ട്, 1 ആണ്. പക്ഷേ നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണ്. നമ്മളെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. എന്നു ഉദ്ദേശിച്ചത് എത്ര നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ കണ്ടാലും ഉള്ള ഇക്വേഷൻ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. എന്ന് പഠിക്കുന്നത് നമ്മൾ എന്നിട്ടാണല്ലോ പഠിക്കുന്നത്. SN = n/2 × x1 + xn. എത്ര ടൈമിൻ്റെ ചോദിച്ചാലും ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നിട്ടല്ലേ പഠിക്കുന്നത്. അപ്പം അതുപോലെ n നാച്ചുറൽ നമ്പർ, എത്ര നാച്ചുറൽ നമ്പറിൻ്റെ ചോദിച്ചാലും ഇക്വേഷനാണ് n × n + 1/2 എന്നാണ്. n × n + 1/2. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 20 നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ കാണാൻ പറയുമ്പോൾ എങ്ങനെയാണ്? n × n + 1/2 യൂസ് ചെയ്താൽ എന്നാരാ ഇവിടുത്തെ 20 × 20 + 1 21/2. 20 n 20 ആണ്. 20 + 1 21/2. ഈ 2നെയും ആരെയും കൂടെ കട്ട് ചെയ്യാം, ഈ 20യും കൂടെ കട്ട് ചെയ്യാം. 2 × 1 2, 2 × 10 ആണ് 20. 10 × 21 10 × 21 എത്രടാ? 210 അല്ലേ? ഇതാണ് എത്രയാണ്? ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് 210. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. മക്കളെ, നാച്ചുറൽ നമ്പറിനെയാണ് ഈ ഇക്വേഷൻ. നമുക്കിനി നാച്ചുറൽ അല്ലാതെ ഈവൻ നമ്പർ ചോദിച്ചില്ല. ഇപ്പോൾ എക്സാമ്പിൾ 2, 4, 6, 8, 10 അങ്ങനെ ഈവൻ നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ സം ഓഫ് n ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ ഒരു 20 ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മാണ്. ആദ്യത്തെ 20 ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മാണ് പറഞ്ഞ് ഈവൻ നമ്പറിൻ്റെ സമ്മാണ് n × n + 1. ആ 2 ഇല്ല. n × n + 1. മക്കളെ, ഒരാളോടുണ്ട് സം ഓഫ് n ഓഡ് നമ്പേഴ്സ്. ഓക്കെ, ഓഡ് നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ ഇക്വേഷനാണ് n². നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഇക്വേഷൻസ് ആണ്. നമ്മൾ ആ ഒരു സെക്ഷൻ വരട്ടെ എന്നും പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കാതെ വെച്ചിരുന്നതാണ്. എല്ലാം കൂടെ ഒന്നിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് സാറ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ കറക്റ്റ് അത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ n × n + 1/2. ഈവൻ നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ n × n + 1. ഓഡ് നമ്പറിൻ്റെ ആണെങ്കിൽ എന്താണ്? n². മക്കൾ, അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇതിൻ്റെ ആൻസർ കിട്ടി. ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറായി. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സാർ വേറൊരു സമ്മിൻ്റെ ഇക്വേഷൻ പറയാം. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതെ സാറ് ഇതൊന്ന് തുടച്ചിട്ടത് എഴുതാം. ഓക്കെ, ഇവിടെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 നമ്പേഴ്സ്. 20 നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക. ആ നമ്പേഴ്സ് ഏതാണെന്ന് പറയാൻ പോകുന്നത്. ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 5 ആൻഡ് ആഡിങ് 1. എന്താണ് എഴുതിയിട്ടുണ്ട്? കാൽക്കുലേറ്റ് ഓൾസോ ദ സം ഓഫ് ദ ഫസ്റ്റ് n ടൈംസ്. n ടൈംസിൻ്റെ സമ്മ് കാണണം. എടാ, അടുത്ത നമ്മൾ സമ്മ് കാണണ്ട 6 അവർ പറയുന്നുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ്, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 20 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടല്ലോ. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസറാണ്. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ 20-ലല്ലേ തീരുന്നത്. ഓക്കെ, ഈ ആദ്യത്തെ 20 നാച്ചുറൽ നമ്പറിൻ്റെ ഓരോ നമ്പരും എടുക്കുക. അതിനെ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 5. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ആൻഡ് ആഡിങ് 1 ആഡ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സീക്വൻസ് കിട്ടും നമുക്ക്. എല്ലാ നാച്ചുറൽ നമ്പറും എടുത്തിട്ട് അതിൻ്റെ കൂടെ എന്താണ് 5 ഇൻറ്റു ചെയ്യുക. അതെ, 1 എടുത്ത് 1 × 5 + 1 ആഡ് ചെയ്യുക. അടുത്ത നമ്പറാണ് 2. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? അതിൻ്റെ കൂടെയും എന്തിൻറ്റു ചെയ്യുക? 5 ഇൻറ്റു ചെയ്യുക. അതെ, 2 × 5 + 1. അടുത്ത നമ്പറാണ് 3 അല്ലേടാ? അതിൻ്റെയും കൂടെ 5 ഇൻറ്റു ചെയ്യുക, 1 ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് പോയി എവിടം വരെ ചെയ്യണോടാ? എഴുതി പോയി. ഇത് അവസാനത്തെ നമ്പറായ 20യുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യും?
20യുടെ കൂടെയും 5 ഇൻറ്റു ചെയ്യും. 20 ഇൻറ്റു 5 പ്ലസ് 1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനത്തെ പുതിയൊരു സീക്വൻസ് ഫോം ചെയ്തതിന് ശേഷം അവരെത്ര പേരുണ്ട്? ഇത് 1ാം ടേം, 2ാം ടേം, 3ാം ടേം, അവരും എത്ര പേരുണ്ട്? 20 ടേംസ് ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ആ ടേമുകൾ ആരൊക്കെയാണെന്ന് നോക്കുക. നാച്ചുറൽ നമ്പറായ ഓരോ നമ്പറിൻ്റെ കൂടെയും 5 ഇൻറ്റു ചെയ്യുക, 1 ആഡ് ചെയ്യുക. 1 ഇൻറ്റു 5 5 പ്ലസ് 1 6 അടാ. 2 ഇൻറ്റു 5 10 10 പ്ലസ് 1 11. 3 ഇൻറ്റു 5 15 15 പ്ലസ് 1 എന്താണ്? 16 ആണ്. അടുത്തത് ലാസ്റ്റ് നമ്പർ. എല്ലാം എഴുതണമെന്നില്ല, ലാസ്റ്റ് നമ്പർ നോക്കുക. തുടങ്ങുന്നതും തീരുന്നതും കിട്ടിയാൽ മതി. 20 പേരുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. ആദ്യത്തെ 20 പേരെ തന്നെയാണ് ഈ 5 കൊണ്ട് ഇൻറ്റു ചെയ്ത് 1 ആഡ് ചെയ്യുന്നത്. 20 ഇൻറ്റു 5 ഇൻറ്റു 20 ഇൻറ്റു 5 എത്രയാണ്? 100 ആണ്. പ്ലസ് 1 101 എന്ന് വരും. ഓക്കെ, അപ്പം തുടങ്ങുന്നത് 6ലാണ്, അവസാനിക്കുന്നത് 101ലാണ്, 101ലാണ്. അപ്പം നോക്കുക, ഇവിടെ സമ്മ് കാണാൻ എത്ര പേരുടെ സമ്മ കാണേണ്ടത്? കാൽക്കുലേറ്റ് സം ഓഫ് ദ ഫസ്റ്റ് 20 നമ്പേഴ്സ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് നാച്ചുറൽ നമ്പേഴ്സ് ബൈ 5 ആൻഡ് ആഡിങ് 1. നാച്ചുറൽ നമ്പേഴ്സ് നമ്മുടെ കയ്യിലിരിക്കുന്ന ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിനെ എല്ലാ നമ്പേഴ്സിനെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് 1 ആഡ് ചെയ്യുക. 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 1 ആഡ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന പുതിയ സീക്വൻസ് ഉണ്ടല്ലോ, ആ പുതിയ സീക്വൻസിൻ്റെ ആദ്യത്തെ 20 പേരുടെ കിട്ടിയേക്കുന്ന 20 പേരുടെ എന്ത് കാണുക? സമ്മ് കാണാനാണ് പറയുന്നത്. ഇതിൻ്റെ S20 കാണാൻ, അല്ലെങ്കിൽ അതിൻ്റെ സമ്മ് കാണാനാണ് പറയുന്നത്. സമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇവിടെ എത്ര ടൈമുണ്ട്? 20 പേരില്ലേ? 20 പേരെന്ന് പറയുമ്പോൾ S20 അല്ലേടാ. S20 ഈക്വൽ ടു 20/2 ഇൻറ്റു ഫസ്റ്റ് ടൈം 6 പ്ലസ് ലാസ്റ്റ് ടൈം 101. ഓക്കെ, അപ്പോൾ ഇവിടെ 20/2 എന്ന് പറയുമ്പോൾ 10 വരും. 10 ഇൻറ്റു 6 പ്ലസ് 101, 101 6 കൂട്ടിയാൽ 107. എടാ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം ഏതൊരു നമ്പറിനെയും 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഒരു 0 കൂടെ വരുമെന്നല്ല, 1070. അതാണ് ആദ്യത്തെ 20 പേരുടെ സമ്മാണ് 1070. അടുത്ത ശ്രദ്ധിക്കേണ്ടത്, കാൽക്കുലേറ്റ് ഓൾസോ ദ സം ഓഫ് ദ ഫസ്റ്റ് n ടൈംസ്. ആദ്യത്തെ n ടൈംസിൻ്റെ സമ്മ് കാണുക. മക്കളെ അവിടെ ഒരു കുഴപ്പം വരുന്നത്, Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നുള്ള ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ല, നമ്മൾ വേറൊരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. അപ്പം അതോ അല്ലെങ്കിൽ ഇതോ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം, n/2 ഇൻറ്റു n ടൈംസിൻ്റെ സമ്മ് കാണാമെന്ന് പറഞ്ഞാൽ Sn കാണാനാണ്. n-ന് നമ്മൾ വാല്യൂ കൊടുക്കത്തില്ല. ഫസ്റ്റ് ടൈം നമുക്കറിയാം 6 ആണ്. ഓക്കെ, പക്ഷെ അവിടുത്തെ ഒരു കുഴപ്പം, xn nth ടൈം നമുക്ക് അറിയത്തില്ല. dn പ്ലസ് f മൈനസ് d വെച്ച് ഓൾജിബ്രാക് ടൈം കാണേണ്ടി വരും. ഓൾജിബ്രാക് ടൈം കണ്ട് വേണം നമുക്കത് ചെയ്യാം. പക്ഷെ അതിനെക്കാട്ടി സിമ്പിൾ ഒരു മാർഗ്ഗം, നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷനെ സാർ വേറൊരു ഇക്വേഷൻ എഴുതി കാണിച്ചു തരാം. n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇത് കൂടാതെ നമ്മൾ ഹാഫ് ഇൻറ്റു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതുമല്ലാത്ത വേറൊരു ഇക്വേഷൻ സാറെ പെട്ടെന്ന് പറയും, ഇവിടെ നിന്ന് തന്നെ ഫോം ചെയ്തൊരു ഇക്വേഷനാണ്. Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 ഫസ്റ്റ് ടൈം ആണ്. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം. സാർ അതിന് f എന്ന് കൊടുക്കാൻ പോകും. ഫസ്റ്റ് ടൈമിനെ f എന്ന് വിളിച്ചു. x1 തന്നെയാണ് f. പ്ലസ് എടാ xn-ന് നമ്മൾ മറ്റൊരു പേര് പറയാൻ പോവാണ്. എന്താണ്? xn-ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന പേരാണ്, xn എന്ന് പറഞ്ഞാൽ f പ്ലസ് n-1 ഇൻറ്റു d അല്ലേ. ഓൾജിബ്ര പഠിപ്പിച്ചപ്പം നമ്മൾ xn എന്തൊക്കെയാണെന്ന് പഠിച്ചു. dn പ്ലസ് f മൈനസ് d എന്ന ഇക്വേഷൻ പഠിപ്പിച്ച കൂടാതെ f പ്ലസ് n-1 ഇൻറ്റു d എന്ന് നമ്മളൊരു ഇക്വേഷനും പഠിപ്പിച്ചായിരുന്നു. f പ്ലസ് n-1 ഇൻറ്റു d. അങ്ങനെ നോക്കിയാൽ n/2 ഇൻറ്റു എഫും എന്താണ്? 2f അല്ലേ. 2f പ്ലസ് n-1 ഇൻറ്റു d. Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. സമ്മിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. ടെക്സ്റ്റിൽ ഈ ഇക്വേഷനും മറ്റതുമാണ് പറയുന്നത്. ഇത് യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല, ഇത് കറക്റ്റ് മെത്തേഡാണ്. കാരണം നമ്മൾ x1-ന് ഫസ്റ്റ് ടൈം f എന്ന് വിളിച്ച് xn-ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഓൾജിബ്രാക് ഫോം ഉണ്ട്, f പ്ലസ് n-1 ഇൻറ്റു d. സമ്മിന് ഈ ഇക്വേഷനും ആ ഹാഫ് ഉള്ളതും പഠിക്കുന്നവിടെ ഇതുകൂടെ പഠിച്ചു വെക്കാം. ഇത് കുറച്ചുകൂടെ സിമ്പിളാണ്. മറ്റേ ഇക്വേഷൻ്റെ അത്രയും ലെങ്ത് ഇല്ല, ചെറിയ ഇക്വേഷനാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? പെട്ടെന്ന് സം ഓഫ് n ടൈംസ് കാണാൻ പറ്റും. Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. എഫ് അറിയാം, ഫസ്റ്റ് ടൈം, ഡി അറിയാം. മറ്റേ ഹാഫ് ഇൻറ്റു എയും ബിയും ഒക്കെ വരുന്ന ഇക്വേഷൻ്റെ അകത്തൊക്കെ എ ഡിഫറൻസ് ആണെന്നും
ബി എഫ് മൈനസ് ഡി ആണെന്നൊക്കെ ആലോചിക്കണം നമ്മൾ. അത്രയൊന്നും ആലോചിക്കേണ്ട. Sn = n/2 × 2f + n-1 × d. എവിടെ നിന്ന് വന്ന ഇക്വേഷൻ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ച ഹാഫ് n/2 × x1 + xn അകത്ത് x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമാണ് എഫ് എന്ന് എഴുതി. കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ അല്ല, നമ്മൾ അതിൽ നിന്ന് തന്നെ നമ്മൾ ഫോം ചെയ്തെടുത്തയാ. എടാ xn എന്ന് പറഞ്ഞാൽ ഓൾജിബ്രാക് ടൈമാണ്. ഓൾജിബ്രാക് ടൈമിൻ്റെ ഇക്വേഷൻ ആണ് xn = f + n-1 × d എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഇല്ലേ. ഇപ്പം 10ാമത്തെ ടൈം കാണാൻ പറഞ്ഞാൽ 1ാമത്തെ ടൈമിനോട് 9d കൂട്ടുന്നു. ഓൾജിബ്രയിൽ വേറെ ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്, xn = dn + f - d. അതുപോലെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൽ, ബാക്കിലുള്ള വീഡിയോസ് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. ഇവിടെ n ടൈംസിൻ്റെ സമ്മ് കാണാൻ n/2 × 2 × f ആരാടാ ഇവിടുത്തെ ഫസ്റ്റ് ടേം. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഫസ്റ്റ് ടേം 6 ആണ് പ്ലസ് n-1 അങ്ങനെ തന്നെയാണ്. ഡി ആരാടാ ഡിഫറൻസ് ആരാ ഇവിടുത്തെ ഗ്യാപ്പ് എത്ര? ഡിഫറൻസ് കാണാൻ x2 നിന്നും x1 കുറയ്ക്കുക. എത്ര? 11 6 പോയാൽ 5 അല്ലേടാ അവിടുത്തെ ഡിഫറൻസ്. അങ്ങനെ വരുമ്പോൾ × 5 എന്ന് വരും. എന്നിന് വില കൊടുക്കാത്ത സം ഓഫ് n ടൈംസ് ആണ് കാണേണ്ടത്. സം ഓഫ് ഫസ്റ്റ് n ടൈംസ്. എന്നിന് വാല്യൂ n എന്ന് തന്നെയാണ്. ഓക്കെ, n/2 × 2 × 6 12 പ്ലസ് ഈ 5 അകത്തോട്ട് കൊടുക്കുക. 5 × n 5n 5 × -1 ഒരു നമ്പരും ഒരു ബ്രാക്കറ്റും ഉണ്ടെങ്കിൽ ആ നമ്പർ ആ ബ്രാക്കറ്റ് കിടക്കുന്ന 2 നമ്പറിലേക്ക് ഇൻറ്റു ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത്. n/2 × 12 ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം ഓൾജിബ്രാക് ആയിട്ടുള്ള ടൈം എഴുതുന്ന 5n, അടുത്തത് 12 - 5. 12 - 5 എത്രയാണ്? 12ൽ നിന്നും 5 പോയാൽ എത്രയാണ്? 12ൽ നിന്ന് 5 പോവുകയാണ്. എത്ര വരും? ബാക്കി 7 വരും. +7. ഓക്കെ, അപ്പം 5n + 7. ഈ n/2 അകത്തോട്ട് കൊടുത്താൽ n/2 Sn = n/2 അകത്തേക്ക് ചെല്ലുമ്പോൾ എന്താവും? n/2 × ആദ്യം 5n കൊണ്ട് ഇൻറ്റു ചെയ്യുക പ്ലസ് n/2 × 7 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസറായിട്ട് വരുന്നത് ശ്രദ്ധിച്ചോണം. അവിടെ സമ്മിൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത് നോക്കിക്കോണം. Sn = n × 5 അല്ലെങ്കിൽ n × n² × 5 5n² / 2 പ്ലസ് n × 7 7n/2. ഇതാണ് സം ഓഫ് n ടേംസ്. സിമ്പിൾ ഇക്വേഷൻ ആണ്. നമ്മുടെ ഈ ഇക്വേഷൻ ഇന്ന് ഫോം ചെയ്തതാണ്, അല്ലാതെ നമ്മൾ വേറെ ഇല്ലാത്ത ഇക്വേഷൻ ഒന്നും കൊണ്ടുവന്നതല്ല. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് പഠിച്ചു വെക്കാം. സമ്മിനപ്പം Sn = n/2 × x1 + xn വെച്ചാണ് നമ്മൾ പ്രോബ്ലം എല്ലാം ചെയ്തത്. ഇതുകൂടെ ഒന്ന് പഠിക്കുക. Sn = n/2 × 2f + n-1 × d. ക്ലിയർ അല്ലേ? അപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ 2 പാർട്ടും തീർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ മക്കളെ, അപ്പം നമ്മുടെ പേജ് നമ്പർ 72 കിടക്കുന്ന 7ാമത്തെ ചോദ്യം, 7 എന്ന നമ്പറുള്ള ചോദ്യമാണ്. ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടൈംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 15, 21, 27 ദാൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടൈംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 7, 13, 19. ഇവിടെ 2 അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടില്ലേ? ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ, ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 25 ടൈമിൻ്റെ സമ്മ്, ആ ഒരു 25 ടൈമിൻ്റെ സം എന്ന് പറയുന്നത് അതിനേക്കാൾ എത്ര കൂടുതലാണ് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 25 ടൈമിൻ്റെ സമ്മ്? ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 25 ടൈമിൻ്റെ സമ്മിനേക്കാൾ എത്ര കൂടുതൽ വരുന്നുണ്ട് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 25 ടൈമിൻ്റെ സമ്മ്? അത് നമ്മൾ നോർമൽ മെത്തേഡിൽ ചെയ്യും. എന്നിട്ട് നമുക്ക് ആ ഒരു ട്രിക്ക് മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സീക്വൻസിൻ്റെ 25 ടൈമിൻ്റെ സമ്മ് നമ്മൾ കാണാൻ പോകും. 2 സീക്വൻസിൻ്റെയും 25 ടൈമിൻ്റെ സമ്മ് കാണുക. അപ്പോൾ 2 ആൻസർ കിട്ടും. വലിയ ആൻസറിൽ നമ്മൾ ചെറിയ ആൻസർ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മായിരിക്കും കൂടുതൽ, അത് കുറവായിരിക്കും. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സീക്വൻസിൻ്റെ 25 ടൈമിൻ്റെ സമ്മിനേക്കാൾ എത്ര കൂടുതൽ വരും ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 25 പേരുടെ സമ്മെന്നാണ്. അപ്പോൾ ആദ്യം 25 പേരുടെ സമ്മ് നമ്മൾ കാണുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. ശ്രദ്ധിക്കുക, ഈ സീക്വൻസിൽ സമ്മ് കാണാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാടാ? Sn = n/2 × 2f + n-1 × d. ഇത് വെച്ച് നമ്മൾ ചെയ്താൽ ഇവിടെ നമുക്ക് അറിയേണ്ട ആരാ? നമ്പർ ഓഫ് ടൈംസ്. 25 ടൈമിൻ്റെ സമ്മ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ n 25 വരും. ഫസ്റ്റ് ടൈം 15 ആണ്. ഡിഫറൻസ് സെക്കൻഡ് ടൈമിൽ എന്ത് കുറച്ചാൽ മതി? ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി.
25 വേറെ സമ്മ് കാണാൻ 25 ഉണ്ടല്ലേ 25/2 2 ഇൻറ്റു എഫ് ഫസ്റ്റ് ടൈം ആരാടാ ഫസ്റ്റ് ടൈം 15 അല്ലേ പ്ലസ് എൻ ആരാ 25 മൈനസ് 1 ഇൻറ്റു ഡിഫറൻസ് ആരാടാ ഇവിടുത്തെ ഡിഫറൻസ് സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കാം സെക്കൻഡ് ടൈം 21 ആണ് 21ൽ നിന്ന് ഫസ്റ്റ് ടൈം ആയ 15 കുറയ്ക്കുമ്പം 21ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ എത്രയാണ് 6 വരും അല്ലെങ്കിൽ 27ൽ നിന്ന് 21 കുറച്ചാലും മതി 6 ആണ് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക 25/2 ഇൻറ്റു 2 ഇൻറ്റു 15 എത്രയാണ് 30 ആണ് പ്ലസ് 25 മൈനസ് 1 അത് 24 ആണ് ഇൻറ്റു 6 എടാ 24 ഇൻറ്റു 6 24 ഇൻറ്റു 6 നോക്കുക അതെ 24 ഇൻറ്റു 6 6 ഇൻറ്റു 4 എത്രയാണ് 6 ഇൻറ്റു 4 24 ആണ് 4 റിമൈൻഡർ 2 6 ഇൻറ്റു 2 12 2 14 വരും 144 25/2 ഇൻറ്റു 30 പ്ലസ് 144 ഓക്കെ 25/2 ഇൻറ്റു 144 30 144 30 കൂടെ കൂട്ടുമ്പോൾ 174 എന്ന് വരും ഓക്കെ നമുക്ക് ഈ 2ഉം ഈ 174 കൂടെ കട്ട് ചെയ്യാം 2 ഇൻറ്റു 1 2ൻ്റെ ടേബിളിൽ 17 ഉണ്ടാ ഇല്ല 2ൻ്റെ ടേബിളിൽ 16 ഉണ്ട് ആ നമ്പർ ഇല്ലെങ്കിൽ അതിനെക്കാട്ടി ചെറുതല്ലേ എടുക്കത്തുള്ളൂ നമ്മൾ അപ്പം 2ൻ്റെ ടേബിളിൽ 16 ഉണ്ട് 2 ഇൻറ്റു 8 ആണ് 16 നമ്മൾ 17 ഉള്ളിടത്ത് അതിനെ കട്ട് ചെയ്ത് അവിടുന്ന് നമ്മൾ എത്ര എടുത്തിട്ടുള്ളൂ 16 എടുത്തിട്ടുള്ളൂ ബാക്കി ഒരു 17 അല്ലേ കട്ട് ചെയ്തത് ബാക്കി ഒരു 1 ഇല്ലേ റിമൈൻഡർ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്ന പോലെ 1 അതിനെ 14 എന്നാണ് നമ്മൾ വായിക്കുന്നത് കട്ട് ചെയ്യുമ്പം എന്താണ് 2ൻ്റെ ടേബിളിൽ 14 ഉണ്ടാകുന്നുണ്ട് 2 ഇൻറ്റു 7 അല്ലേടാ 14 അപ്പോൾ ആൻസർ എന്താണ് അതെ 25 ഇൻറ്റു 87 25 ഇൻറ്റു 87 അല്ലെങ്കിൽ 87 ഇൻറ്റു 25 ചെയ്ത് നോക്കുക 7 ഇൻറ്റു 5 35 ആണ് 5 റിമൈൻഡർ 3 5 ഇൻറ്റു 8 40 ആണ് 40 പ്ലസ് 3 43 എന്താണ് 2 ഇൻറ്റു 7 14 4 റിമൈൻഡർ 1 2 ഇൻറ്റു 8 16 പ്ലസ് 1 17 5 4 പ്ലസ് 3 7 7 പ്ലസ് 4 11 റിമൈൻഡർ 1 2 ഓക്കെ 2175 ആണ് ആൻസർ 2175 2175 ഇതാണ് 25 വേറെ സമ്മ് നമുക്ക് കിട്ടിയേക്കുന്നത് ഏത് സീക്വൻസിൻ്റെ ഈ ഒരു സീക്വൻസിൻ്റെ ആ ഒരു സീക്വൻസിൻ്റെ 25 വേറെ സമ്മ് കാണുക അതിന് അവർ എഴുതുക 7 13 19 ഓക്കെ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇതേ ഇക്വേഷൻ SN = n/2 × 2f + n - 1 ഇതേ ഇക്വേഷനാണ് ഒന്നുകൂടെ എഴുതണമെന്ന് നിർബന്ധമില്ല ഇതേ S25 ഒരു പ്രോബ്ലം തന്നെയല്ലേ രണ്ടു വട്ടം എഴുതണമെന്നില്ല ഒരു വട്ടം എഴുതിയിട്ടുണ്ട് നമ്മൾ S25 = 25/2 ഇൻറ്റു ആരാടാ 2f + n - 1 × d 2 ഇൻറ്റു എഫ് ആരാ ഫസ്റ്റ് ടൈം നോക്കുക ഇവിടെ 7 പ്ലസ് n - 1 × d n ആരാടാ 25 അല്ലേ 25 ടൈംസിൻ്റെ സമ്മല്ലേ 25 - 1 × d ഇവിടുത്തെ ഡിഫറൻസ് നോക്കുക 7 13 90 30ൽ നിന്ന് 7 കുറച്ചാൽ 6 ആണ് 19ൽ നിന്ന് 13 കുറച്ചാലും 6 ആണ് സീക്വൻസ് അല്ലേ അപ്പോൾ കോമൺ ഡിഫറൻസ് സെയിം അല്ലേടാ അപ്പോൾ എന്താണ് 6 വരും 25/2 ഇൻറ്റു 2 ഇൻറ്റു 7 14 പ്ലസ് 25 - 1 24 ഇൻറ്റു 6 മകളെ 24 ഇൻറ്റു 6 ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 144 ആണ് ഓക്കെ 25/2 ഇൻറ്റു 14 പ്ലസ് 144 എടാ അതെ 25/2 ഇൻറ്റു ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 144 14 കൂട്ടിയാൽ ഇതേ ഈ 4 കൂടെ വരുമ്പോൾ 148 ആവും പിന്നെ 10 കൂടെ വരുമ്പോൾ 158 ആവും ഓക്കെ അപ്പോൾ 25/2 ഇൻറ്റു 158 25/2 ഇൻറ്റു 158 എത്ര വരുവാടാ ഈ 2ഉം 158 കൂടെ കട്ട് ചെയ്യാം ഇത് ഇവിടെ കട്ട് ചെയ്ത പോലെ 174 കട്ട് ചെയ്ത പോലെ 2 ഇൻറ്റു 1 2 2ൻ്റെ ടേബിളിൽ 15 ഉണ്ടാടാ ഇല്ല അപ്പം പുറകിലുള്ള പിന്നെ ആരാ 14 ഉണ്ട് 2 ഇൻറ്റു 7 14 അല്ലേ 15 കട്ട് ചെയ്തു 14 നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ബാക്കി 1 ഉണ്ട് 18 ഉണ്ട് ആ ടേബിളിൽ 2 ഇൻറ്റു 9 അല്ലേടാ 18 അപ്പോൾ ആൻസർ എത്ര 25 ഇൻറ്റു 79 ഇതിൻ്റെ ആൻസർ നമുക്ക് S25 ടൈംസിൻ്റെ സമ്മ് ഇൻറ്റു ചെയ്ത് നോക്കുക അതെ 79 നമ്മൾ 25 കൊണ്ട് ഇൻറ്റു ചെയ്യുക 9 ഇൻറ്റു 5 5 ഇൻറ്റു 9 എത്രയാണ് 45 ആണ് 5 റിമൈൻഡർ 4 5 ഇൻറ്റു 7 35 ആണ് 35 4 39 2 ഇൻറ്റു 9 18 8 റിമൈൻഡർ 1
2 into 7 14 plus 1 15 ഇതേ 5 9 8 ഇടാകുമ്പോൾ എത്ര വരും 9 plus 8 17 7 റിമൈൻഡർ 1 5 plus 3 8 plus 1 9 1 ഓക്കെ 1975 1975 ഓക്കെ. ഇതിൻ്റെ എന്താണ് കാണേണ്ടത്? ഇതിൻ്റെ എന്ത് കാണണം? ഡിഫറൻസ് കാണണം. ഡിഫറൻസ് കാണുമ്പം ഡിഫറൻസ് ഈക്വൽ തമ്മിൽ മൈനസ് ചെയ്യുക. ദേ ഈ ഒരു സീക്വൻസിൻ്റെ 25 ടൈംസിൻ്റെ സമ്മ് ആ സമ്മിനേക്കാൾ എത്ര കൂടുതലാണ് ഇതിൻ്റെ എന്നാ. ദേ ഇത് 1975 ഇത് 2175 കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഇടയ്ക്കുള്ള ഇതിനെക്കാട്ടി എത്ര കൂടുതലുണ്ട് എന്ന് അറിയാൻ മൈനസ് ചെയ്ത് നോക്കിയാൽ പോരെ. മൈനസ് ചെയ്യുമ്പം എത്ര കൂടുതലാണ് ഇതെന്ന് മനസ്സിലാവുമല്ലോ. ഡിഫറൻസ് കാണുന്നു. അപ്പോൾ എത്രയാണ് 2175 നിന്നും ആരെ കുറയ്ക്കുക 1975 കുറയ്ക്കുക. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിംഗ് കോളത്തിൽ വരുന്നതാണ് ഇതൊക്കെ. ഓക്കെ. അപ്പോൾ എന്ത് വരുമോ ഡിഫറൻസ്? ഇതേ തമ്മിൽ കുറയ്ക്കുമ്പം 2175 നിന്നും കുറയ്ക്കുക 1975. 5 നിന്ന് 5 പോയാൽ 0, 7 നിന്ന് 7 പോയാൽ 0, 21 നിന്ന് 19 കുറച്ചാൽ 2 ആണ്. 200 അല്ലെങ്കിൽ 200 ആണ് ആൻസർ. അവിടുത്തെ അപ്പോൾ നമ്മുടെ ഡിഫറൻസ് 200 ആണ്. അപ്പോൾ നമുക്ക് എഴുതുവാണെങ്കിൽ ദ സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 200 മോർ ദാൻ ദ സെക്കൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം എന്ന് പറയുന്നത് 200 കൂടുതലാണ്. ആരേക്കാൾ? ഈ ഒരു സീക്വൻസിനേക്കാൾ 200 കൂടുതലാണ് ഇതിൻ്റെ സം എന്ന് പറയുന്നത്. സം ഓഫ് ദ ഫസ്റ്റ് 25 ടൈംസ് ഓഫ് ദ ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസ്. ഒന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 25 ടൈമിൻ്റെ സം എന്ന് പറയുന്നത് 200 മോർ ദാൻ 200 കൂടുതലാണ്. മോർ ദാൻ ദ സെക്കൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. രണ്ടാമത്തെ അരിത്തമെറ്റിക് സീക്വൻസിനേക്കാൾ 200 കൂടുതലാണ് ഒന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 25 ടൈമിൻ്റെ സം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ ഇതിനേക്കാൾ 200 കൂടുതലാണ് ഇത്. ഓക്കെ. ഇതേ ക്വസ്റ്റ്യന് നമ്മളിപ്പം ഈ ഡിഫറൻസ് 200 കിട്ടി. ഇതിനൊരു ട്രിക്ക് മെത്തേഡുണ്ട്. അതുകൂടെ ഒന്ന് പറയാം സാറ്. സീക്വൻസ് ആദ്യത്തെ സീക്വൻസ് 15 21 27 എക്സെട്ര അവിടുത്തെ എത്ര ടൈമുകൾ വേണം? 25 പേരുടെ സമ്മാണ്. എഴുതി പോകുമ്പം 25ാമത്തെ ആളെ നമുക്ക് അറിയത്തില്ല. ഞാൻ x25 എന്ന് കൊടുത്ത് അടുത്ത സീക്വൻസ് 7 13 19 എക്സെട്ര ആയിട്ട് പോയി. അവിടെ ഈ 25 ടേമുണ്ട്. 25ാമത്തെ ടേം അവിടെ അറിയത്തില്ല. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സീക്വൻസിലെല്ലാം ഇതിൽ ആദ്യം പറഞ്ഞ സീക്വൻസിലെ ഫസ്റ്റ് ടേമും രണ്ടാമത് പറഞ്ഞ സീക്വൻസിലെ ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസുകളല്ലേ വേണ്ട? സമ്മിൻ്റെ ഡിഫറൻസ് അല്ലേടാ വേണ്ടത്. സമ്മ് കണ്ടിട്ട് അതെന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്നല്ലേ അറിയേണ്ടത്. നമ്മൾ ആദ്യം ഓരോ ടൈമിനെയും ഡിഫറൻസ് കാണുക. ഓരോ ടൈമിൻ്റെയും ഡിഫറൻസ് കണ്ടാൽ അത് തമ്മിലുള്ള ഡിഫറൻസ് ആ 25 ടൈമിൻ്റെയും ഡിഫറൻസ് നോക്കിയിട്ട് അതങ്ങ് ആഡ് ചെയ്ത് വെച്ചാൽ പോരെ. അതല്ലേ അതിൻ്റെ ആ ഒരു 25 ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസും. ഇപ്പം എന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് ആ 25 കൂടെ കൂട്ടും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു സാറേ അത് ബുദ്ധിമുട്ടല്ലേന്ന് തോന്നും. ശ്രദ്ധിച്ചാൽ മതി. 15 നിന്ന് 7 പോയാൽ ആൻസർ 8 ആണ്. ഫസ്റ്റ് ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 8 ആണ്. സെക്കൻഡ് ടൈം 21 13 പോയാൽ അതും 8 ആണ്. 27 19 പോയാൽ അതും 8 ആണ്. എന്ന് വെച്ചാൽ ഡിഫറൻസുകൾ സെയിം ആണ്. ആദ്യത്തെ 3 8 വന്നെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാത്തിലും 8 ആണ്. കുറയ്ക്കുമ്പം ഇവിടെ 8 ആയിരിക്കും. ഫസ്റ്റ് ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 8, സെക്കൻഡ് ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 8, തേർഡ് ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 8. നമുക്ക് എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരെ. അപ്പോൾ നോക്കുമ്പം എത്ര 8 വരുവാടാ? 25 വട്ടം 8 വരത്തില്ലേ? ഡിഫറൻസ് എന്ന് പറയുന്നത് 25. ഡിഫറൻസ് കാണാൻ എത്ര ഡിഫറൻസ് എന്താണ്? 8 ആണ് ഡിഫറൻസ്. അത് എത്ര എണ്ണം ഉണ്ട്? 25 into 8. 25 വട്ടം 8 ഉണ്ട്. 25 വട്ടം 8 കൂട്ടുന്നതിന് പകരം ഇൻറ്റു ചെയ്താൽ പോലെ. 25 into 8. 8 എത്ര വട്ടം ഉണ്ട്? 25. അതാണ് 25 into 8. ഓക്കെ. ഇപ്പോൾ 6ൻ്റെ ടേബിളിൽ 6 3 വട്ടം അടിയുന്നതിന് പകരമാണ് 6 + 6 + 6ന് പകരമാണ് നമ്മൾ 6 into 3 18 എന്ന് എഴുതുന്നത്. കണ്ടിന്യൂസ് അഡീഷൻ അല്ലേ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് അഡീഷനാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം എത്ര വട്ടം ഉണ്ട്? 8 25 പ്രാവശ്യം ഉണ്ട്. അതാണ് 25 into 8. 25 into 8 ചെയ്താൽ 8 into 5 14 0 റിമൈൻഡർ 4. 8 into 2 16 16 + 4 20. 200 അല്ലേ ഡിഫറൻസ്? പെട്ടെന്ന് കിട്ടി. ആ സീക്വൻസുകൾ തമ്മിലുള്ള 25 ടൈമിൻ്റെ സമ്മുകളുടെ ഡിഫറൻസ് ഇങ്ങനെയാണ്. പിന്നെ മറ്റേ മെത്തേഡ് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലമാണ് വരുന്നതെങ്കിൽ
നിങ്ങൾ സ്റ്റക്കാകരുത്. അതാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡും പറയുന്നത്. മക്കളെ, നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യനോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരുകയാണ്. അപ്പം the 10th term of an arithmetic sequence is 50 and the 21st term is 75. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 10th ടേം 10ാം പദം എന്താണ് 50 ആണ്. ആൻഡ് 21st ടേം 21ാമത്തെ ടേം 75 എന്താണ് 75 കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് 30 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ സീക്വൻസിലെ ആദ്യത്തെ 30 പേരുടെ സമ്മാണ് തന്നിരിക്കുന്ന ഹിൻറ്റുകൾ. 10th ടേം 10ാം പദം 10th ടേം 50, 10ാം പദം 50. അടുത്ത എന്താണ്? അടുത്ത് തന്നിരിക്കുന്ന ഒരു ഹിൻ്റാണ് 21st ടേം 21ാമത്തെ ടേം എത്രയാണ് 75 ആണ്. ഈ 2 ഹിൻ്റാണ് നമുക്കുള്ളത് 75. ഓക്കെ, ഇതിൽ നിന്നും കാണേണ്ടത് ആദ്യത്തെ 30 പേരുടെ സമ്മാണ്. സമ്മിൻ്റെ ഇക്വേഷൻ നമ്മൾ Sn = n/2 × 2f + n - 1 × d ആണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം കുറച്ച് മുമ്പേ ഒക്കെ ചെയ്ത നേരത്തെ പ്രോബ്ലത്തിലും അതിന് മുമ്പത്തെ പ്രോബ്ലത്തിലും ഒക്കെ ചെയ്ത ഒരു ഇക്വേഷനാണത്. അത് പഠിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. നമ്മൾ ആ ഒരു xn ഇത്രാമത്തെ ടേം കണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ചില പ്രോബ്ലത്തിൽ അത് നല്ല യൂസ്ഫുൾ ആണ് ആ ഒരു ഇക്വേഷൻ. അതുകൊണ്ടാണ് അതിവിടെ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആ ഇക്വേഷൻ്റെ അകത്ത് സമ്മ് കാണുന്ന ഇക്വേഷനിൽ ഫസ്റ്റ് ടേമും ഡിഫറൻസും ഉണ്ടെങ്കിലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഫസ്റ്റ് ടേമും ഇല്ല, ഡിഫറൻസും ഇല്ല. പക്ഷേ എവിടെയെങ്കിലും നിൽക്കുന്ന 2 ടേമുകൾ തന്നാൽ നമുക്ക് ഡി കാണാൻ ഒരു മാർഗ്ഗമുണ്ട്. ഡി = ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, TD/PD. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേമുകൾ ആരൊക്കെയാടാ? ഇതല്ലേ ടേമുകൾ. 75 - 50 ബൈ പൊസിഷൻ ഡിഫറൻസ്. 75ൻ്റെ പൊസിഷൻ ഏതാ? 21 - എന്താണ് 10 ആണ്. എടാ 75ൽ നിന്നും 50 പോയാൽ 75ൽ നിന്ന് 50 പോയാൽ ആൻസർ 25 ആണ്. ബൈ 21ൽ നിന്നും 10 പോയാൽ ബാക്കി എത്ര വരും? 11 അല്ലേടാ വരുന്നത്. ഇതാണ് ഏത് ഡി. ഡിഫറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡിഫറൻസ് കിട്ടിയാൽ ഇനി ഫസ്റ്റ് ടേം കൂടെ മതി. എങ്ങനെയാണോ ഫസ്റ്റ് ടേം കാണുന്നത്? 10th ടേം ഉണ്ട്. എങ്ങനെ ഫസ്റ്റ് ടേം കാണാം? 10th ടേമിൽ നിന്ന് എങ്ങനെ ഫസ്റ്റ് ടേമിലേക്ക് എത്താം? 10th ടേം ഉണ്ട്. ഫസ്റ്റ് ടേമിലേക്ക് വരണമെങ്കിൽ 10th ടേമിൽ നിന്ന് എത്ര ബാക്കിലോട്ട് വന്നല്ല ഫസ്റ്റ് ടേം? ഒരേ സ്റ്റെപ്പ് ബാക്കിൽ വന്നിങ്ങനെ ആലോചിച്ചാൽ 10th ടേമിൽ നിന്നും എത്ര കുറയ്ക്കണം? 9D. 10ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ അല്ലേ 1 വരുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. 10th ടേം 50 ആണ്. 50 - 9 × D ആരാടാ? 25/11. ഓക്കെ, അപ്പോൾ അതെ 50 - 9 × 25. 9 × 25 എന്ത് വരും? 25 × 9, 9 × 5 45 × 5 റിമൈൻഡർ 4, 9 × 2 18, 18 + 4 എത്ര? 22 അല്ലേ? 225/11. എടാ ഇവിടെ ക്രോസ് ചെയ്യാനുള്ള എളുപ്പത്തിന് x1 = 50 താഴെ നമ്മളൊരു 1 കൊടുക്കുക. 50/1 - 225/11. അങ്ങനെ ക്രോസ് ചെയ്യുന്ന 50 × 11 50 × 11 11 × 50 എന്ന് പറയുമ്പം 11 × 5 ചെയ്താൽ പോരെ? 55 അല്ലേ? ഒരു 0 കൂടെ കൊടുത്താൽ മതി. 550 - 225/1 × 11. ഇതാണ് ഫസ്റ്റ് ടേം. നോക്കുക, 550ൽ നിന്നും 225 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരുന്നത്? 550ൽ നിന്നും 225 കുറച്ചാൽ ശ്രദ്ധിക്കുക, ഇവിടെ 10 ആണ്. ഇവിടെ എന്ത് വരും? 4 വരും. നോക്കുക, 10ൽ നിന്നും 5 പോയാൽ 5, 4ൽ നിന്നും 2 പോയാൽ 2, 5ൽ നിന്നും 2 പോയാൽ 3. 325/11. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. അല്ലെങ്കിൽ എഫ് ആണ്, അല്ലെങ്കിൽ x1 ആണ്. എഫ് എന്നും പറയാം, x1 എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഇനി നമ്മൾ എത്ര പേരുടെ സമ്മ് കാണാനാ? 30 പേരുടെ സമ്മല്ലേ കാണേണ്ടത്. അപ്പം Sn = n/2 × x1 + xn ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ 30ാമത്തെ ടേം കാണണം. പക്ഷേ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2f + n - 1 × d. x1 + xn വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഒരു വലുതാണ്. n/2 എല്ലാ എന്താണ് x1 + xn എന്ന് പറഞ്ഞ ഇക്വേഷനിൽ n/2 ഉണ്ട്. പക്ഷേ ഇവിടെ 2f + n - 1 × d എന്നാണ്. 30 പേരുടെ സമ്മാണ് കാണേണ്ടത്. 30/2 30/2 × f ആരാടാ? ഫസ്റ്റ് ടേം ആരാ? 325/11 + n - 1 30 അല്ലേ? 30 - 1 ഡിഫറൻസ് ആരാണ്? ഇവിടുത്തെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 25/11.
ശ്രദ്ധിക്കുക. 30/2 30/2 30/2 എത്രയാടാ? ഇതേ 15 എന്ന് വരും. ഇൻറ്റു 2 × 325 325ൻ്റെ ഇരട്ടി 300ൻ്റെ ഇരട്ടി എത്രയാണ്? 600. 25ൻ്റെ ഇരട്ടി 50. അപ്പോൾ എത്ര വരും? 650/650 നോക്കുക. ഇതേ 11 പ്ലസ് 13 - 1 29 × 25/11. 29നെ 25 കൊണ്ടൊന്ന് ഇൻറ്റു ചെയ്യുക. 29 × 25 9 × 5 45ന് 5 റിമൈൻഡർ 4 5 × 2 10 10 + 4 40 2 × 9 18 8 റിമൈൻഡർ 1 2 × 2 4 4 + 1 5 നോക്കുക. ഇതേ 5 8 ഉം 4 ഉം 12 ആണ്. റിമൈൻഡർ 1 5 + 1 6 6 + 1 7 725. ഇതേ നോക്കുക. 15 × 650/11 പ്ലസ് 725/11. എടാ റിമൈൻഡർ സെയിം അല്ലേ? റിമൈൻഡർ എന്നല്ല, ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 30 പേരുടെ സം എന്ന് പറയുന്നത് 15 × ആരാണിത്? ഡിനോമിനേറ്റർ 11 ആണ്. ഓക്കെ, ന്യൂമറേറ്റർ എന്ത് വരുവാ? 650യും 725 കൂടെ കൂട്ടുക. 650യും 725 കൂടെ കൂട്ടുക. അതെ 725 + 650. 5 5 2 7 7 + 6 എത്ര? 13 1375 1375. 15 ഉണ്ട്. ഇവരെ തമ്മിൽ 11ഉം 1 എന്താണ്? 1375 1375 കൂടെ കട്ട് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. കട്ട് ചെയ്യുക. 11 × 1 11. 11ൻ്റെ ടേബിളിൽ 11 × 1 11. 11 × 1 11 ആണ്. 11 × 2 22. ഇവിടെ 13 ആണ് ഉള്ളത്. 13നെ കട്ട് ചെയ്തു. പക്ഷേ 11 × 1 അതിൻ്റെ അകത്ത് 11 ഉള്ളൂ. ഓക്കെ, 11 എടുത്തു. ബാക്കി എത്ര ഉണ്ട്? നമ്മളിവിടെ 13 ആണ് കട്ട് ചെയ്തത്. ബാക്കി 2 ഇല്ലടാ. 27 ഉണ്ട് ടേബിളിൽ. 27 ഇല്ല. പിന്നെ ചെറുത് ഏതാ ഉള്ളത്? അതിനെക്കാട്ടി കുറവുള്ളതല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം 11 × 2 22 ആണ്. 11 × 2 22 ആണ്. 27 ആണ് കട്ട് ചെയ്തത്. 22 ഉള്ളു. അതാണ് 22 എടുത്ത് കട്ട് ചെയ്തേക്കുന്ന 27നെയാണ്. ബാക്കി എത്ര ഉണ്ടാ? 22 കഴിഞ്ഞാൽ 27ലേക്ക് 5 ഇല്ലേ? 5 വന്ന് 55. 11ൻ്റെ ടേബിളിൽ ആരുണ്ട്? 55 ഉണ്ട്. 11 × 5 ആണ് 55. ആൻസർ 15 × 125. മക്കളിത് കിട്ടാത്തവർ എന്താണ് 5375 സൈഡിൽ എന്ത് ചെയ്ത് നോക്കുക? ഡിവൈഡ് ചെയ്ത് നോക്കുക. ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നമ്മളൊരു 8ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ തൊട്ടേ ക്യാൻസലേഷൻ നിങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ 125 × 15 5 × 5 25ന് 5 റിമൈൻഡർ 2 5 × 2 10 10 + 2 12 2 റിമൈൻഡർ 1 5 × 1 5 + 1 6. ഓക്കെ, ഇതേ നോക്കുക. 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ നമ്പർ തന്നെ വരത്തില്ലേ? 1 × 5 5 1 × 2 2 1 × 1 1 5 5 + 2 7 6 + 2 8 1 1875 1875 ആണ് എത്ര? ആ ഒരു 30 ടൈമിൻ്റെ സം ചെയ്താൽ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം എന്താണ് ഡിയും ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഫസ്റ്റ് ടൈമും ഡിയും ഇല്ലാതെ നമുക്ക് സമ്മ് കാണാൻ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് അത് രണ്ടും വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡി കണ്ടുപിടിച്ച് ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ഡി കണ്ടുപിടിക്കേണ്ടി വരും എന്തായാലും. പിന്നെ ഫസ്റ്റ് ടൈമും കണ്ടുപിടിക്കേണ്ടി വരും. x1 + xn വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടൈം കൂടാതെ നമ്മൾ 13th ടൈം കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പം കുറച്ചുകൂടെ സിമ്പിളായിട്ട് എഴുതി വരാം. ഓരോ പ്രോബ്ലം ചെയ്യുമ്പം ചില പ്രോബ്ലത്തിന് ഈ ഇക്വേഷനാണ് കുറച്ചുകൂടെ ആപ്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ചില പ്രോബ്ലം ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ഉണ്ടെങ്കിൽ x1 + xn ആണ് നല്ലത്. അപ്പം ഓരോ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് x1 + xn വെച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ x1 ഫസ്റ്റ് ടൈം ആരാണിത്? 325/11. നിങ്ങൾ 13th ടൈം 30ാമത്തെ ടൈം കൂടെ കണ്ടാൽ x1ഉം xn കൂടെ കൂട്ടുന്ന എന്താണ്? ഫസ്റ്റ് ടൈമും 13th ടൈം കൂടെ കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്ത് വിടാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും ഈ ഒരു ക്വസ്റ്റ്യനോടായപ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പം അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.